അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മുസ്ലിയാക്കന്മാർ പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഇസ്തിഗാസക്ക് തെളിവായിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്ന ആയത്താണ് ഈ പിന്നെ ഇന്നമ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു വല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത്. ഇപ്പോൾ കുറേ കാലമായിട്ട് അത് കൊണ്ടുവരാൻ ധൈര്യമില്ല. കാരണം അതിൻ്റെ വസ്തുത ബഹുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, ശക്തമായ സലഫി ദഅവത്തിൻ്റെ കാരണത്താൽ. പിന്നെയാണ് വലവന്നഹും ഇല്ലലമു ഉത്തുബിക്കഥയും കൂട്ടിച്ചേർത്ത് പറയുക, പിന്നെ ടിപ്പണിക്കൊരു ഇസ്തസ്കി വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പം ഏതാണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഷിയകളുടെ താവഴി അങ്ങനെ തന്നെ തുടരുക എന്നുള്ളത് അവർ ഭംഗ്യന്തരേണ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഇന്നമ വലിയുക്കുമുള്ള എന്നുള്ള ആയത്ത് വെച്ചിട്ട് അഹ്ലുസുന്നയിൽ അറിയപ്പെട്ട ആരും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റബ്ബിനോട് മാത്രമല്ല ദുആ ചെയ്യേണ്ടത്, മറിച്ച് അമ്പിയാക്കളോടും ഔലിയാക്കളോടും റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കണം. അതാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ടത്. റബ്ബിനോട് മാത്രം ചോദിക്കലല്ല, അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി മെച്ചപ്പെട്ടതും പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കാരണമായതും ഈ ഔലിയാക്കളോട് ചോദിക്കുന്നതാണ് എന്ന നിലക്ക് അഹ്ലുസുന്നയിൽ മുഅ്തമദായിട്ടുള്ള അംഗീകരിക്കപ്പെട്ട ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ആകെ ഇബ്നു ഹയ്യാൻ്റെ ഉമൂമുമൻ എന്ന് തുടങ്ങുന്ന ഒരു വലിയ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അത് മുസ്ലിയാർ ദുർവ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഏതായിരുന്നാലും ഒരു ആയത്ത് തെളിവിനെടുക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നോക്കണം, ആ ആയത്തിൻ്റെ ആശയം എന്താണ് എന്ന് നോക്കണം. ആ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബികളിൽ എന്തു പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. മുസ്ലിയാക്കന്മാരെ വർത്താനം കേട്ടാൽ തോന്നും ഇന്നമാ വലിയക്കുമുള്ള എന്നുള്ള ആയത്തിറങ്ങുന്നത് വരെ സ്വഹാബികളൊക്കെ ക്രിസ്ത്യാനികളെയും യഹൂദികളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളുകളായിരുന്നു. ഇന്നമാ വലിയക്കുമുള്ള എന്നുള്ള ആയത്തിറങ്ങിയോടുകൂടി ക്രിസ്ത്യാനികളോടും അതേപോലെ തന്നെ യഹൂദികളോടുമൊക്കെ ഇസ്തിഗാസ നടത്തുന്ന പരിപാടി നിർത്തിയിട്ട് പിന്നെ ഈ ഔലിയാക്കളോടും അമ്പിയാക്കളോടും ഇസ്തിഗാസ ചെയ്യുന്ന സമ്പ്രദായം തുടങ്ങിയെന്ന് നമ്മൾ വിചാരിക്കുക. കാരണം എന്താ? ഇന്നമ വലിയക്കുമുള്ള എന്നുള്ള ആയത്തിന് തൊട്ടു മുമ്പ് അതിനോടനുബന്ധമായിട്ട് ഇറങ്ങിയ ഏതാനും ആയത്തുകൾ വേറെയുണ്ട്. പ്രത്യേകിച്ചും സൂറത്തുൽ മാഇദയിൽ 51-ാമത്തെ ആയത്ത് മുതൽ ആ ആയത്തിൻ്റെ പശ്ചാത്തലം ഏത് തഫ്സീർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തു നോക്കാം. അവിടെ ഇസ്തിഗാസയുടെ വിഷയമേ വരുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയ. യഹൂദ നസ്വാറാക്കളെ നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല സത്യവിശ്വാസികളെ. കാരണം അവർ പരസ്പരം മിത്രങ്ങളാണ്. യഹൂദികളും ക്രിസ്ത്യാനികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മമിത്രങ്ങളാണ് എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അതേപോലെ യഹൂദ ക്രൈസ്തവരോട് ആത്മബന്ധം പുലർത്താൻ സത്യവിശ്വാസികൾക്ക് പാടില്ല. മാനുഷികമായ ബന്ധം ഏതൊരു വ്യക്തിയുമായിട്ട് അനുവദിക്കപ്പെട്ടാണ്. അത് ക്രിസ്ത്യാനി യഹൂദിയോടൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഊഷ്മളമായ ആദർശബന്ധമോ ആത്മബന്ധമോ ഒരിക്കലും ഇസ്ലാമിൻ്റെ കടുത്ത എതിരാളികളും ശത്രുക്കളുമായിട്ടുള്ള യഹൂദ ക്രൈസ്തവരോട് പാടുള്ളതല്ല എന്ന് കൃത്യമായി വിലക്കുന്ന ആയത്താണ്. വലാവും ബറാവും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരായത്താണ് സൂറത്തുൽ മാഇദയിലെ ഈ 51-ാമത്തെ ആയത്ത്. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് അപ്പോൾ അവരോട് ആത്മബന്ധം പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരോടാണ് ആത്മബന്ധം അനുവദിക്കുന്നത്? യാതൊരു സംശയവും വേണ്ട, ആത്മബന്ധം അനുവദിക്കപ്പെട്ടത് സത്യവിശ്വാസികളോട് മാത്രമാണ്. അതാണ് ഇന്നമാ വലിയുക്കുമുള്ള. അതായത് നിങ്ങളുടെ ആത്മബന്ധം അള്ളാഹുവോടാണ്. രണ്ടാമത് റസൂൽ അള്ളാഹുവിൻ്റെ റസൂലോടാണ്. മൂന്നാമത് വല്ലദീന ആമനു സത്യവിശ്വാസികളോടാണ്. നിസ്കരിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന സത്യവിശ്വാസികളോടാണ് എന്ത് ആത്മബന്ധം ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹുവിനോടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. റസൂലിനോടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞാൽ റസൂലിനെ ചോദ്യം ചെയ്യാതെ ഇത്തിബാഴ് ചെയ്യണം, റസൂലിനോട് ധിക്കാരം പ്രവർത്തിക്കാൻ പാടില്ല. സത്യവിശ്വാസികളോടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരോട് നമുക്ക് ആത്മബന്ധുക്കളായിട്ട് അവരെ സ്വീകരിക്കാം. മരണപ്പെട്ട ശേഷം അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, അല്ല അവരുടെ അടുത്തുനിന്ന് ഇങ്ങോട്ടെന്തെങ്കിലും സ്വീകരിക്കുക എന്നുള്ളതല്ല. കാരണം മരണത്തോടു കൂടി 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞുപോയി എന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ആൾക്കാരോട് പ്രാർത്ഥിച്ചിട്ട് ഇസ്തിഗാസ ചെയ്തിട്ട് അവർ ഉത്തരം തരിക എന്നുള്ളൊരു പരിപാടിയില്ല. മുറിഞ്ഞു പോയതിൻ്റെ പുറത്താണത്. മുറിഞ്ഞുപോയ കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സഹായം നേടലുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? എന്താണ്? 3 കാര്യങ്ങളെ ബാക്കിയുള്ളൂ, ബാക്കിയൊന്നുമില്ല. അതിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകലില്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് വിഷയം. അപ്പോൾ സത്യവിശ്വാസികളെ ക്രിസ്ത്യാനികളുമായോ യഹൂദികളുമായോ ഊഷ്മളമായ ബന്ധം പുലർത്തുന്നത് ആദ്യകാലത്ത് വിലക്കിയിട്ടില്ല. അവരുടെ ആദർശം ഏതായിരുന്നാലും സത്യവിശ്വാസികൾ സ്വീകരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. എന്നിരുന്നാൽ പോലും തൻ്റെ ഒരു ആത്മമിത്രമായി യഹൂദ ക്രൈസ്തവരെ സ്വീകരിക്കുന്ന സമ്പ്രദായം ചില ഒറ്റപ്പെട്ടവരിലെങ്കിലും അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ചില ആളുകളിലെങ്കിലും ഉണ്ടായി. അതൊരു പക്ഷേ അവരോടുള്ള ആത്മബന്ധം കാരണം അവർ ഇവരുടെ ഈമാൻ പ്രശ്നത്തിലാക്കാൻ സാധ്യതയുണ്ട്. ജമാഅത്ത് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞാണെന്ത്,
നിങ്ങളുടെ ആത്മബന്ധം അത് അള്ളാഹുവിനോടും റസൂലിനോടും സത്യവിശ്വാസികളോടുമാണ്. മാത്രമല്ല അതിൻ്റെ മായന എന്താണ്? തൊട്ടുമുമ്പത്തെ ആയത്തിൽ വെച്ചാൽ യഹൂദ ക്രൈസ്തവരോടല്ല. കാരണം യഹൂദ ക്രൈസ്തവരോട് വലാവ് പാടില്ല, അവരെ വലിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സഖാഫിമാർ അഹ്സനിമാർ പറയുന്ന അർത്ഥമാണ് മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ ഔലിയാക്കളോ എന്ന് പറയപ്പെടുന്നവരോ ആയ ആളുകളോട് ഇസ്തിഗാസ ചെയ്യണം എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെങ്കിൽ അവർ അത്രയും കാലം യഹൂദ ക്രൈസ്തവരോട് ഇസ്തിഗാസ ചെയ്തിരുന്നു എന്ന് മുസ്ലിയാക്കന്മാർക്ക് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവരോട്, സമസ്തക്കാരോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം സബബ് നുസൂൽ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇസ്തിഗാസ വലിയകളായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ഇസ്തിഗാസ ചെയ്യുക. അപ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യാം, അതുപോലെ നബിയോടും ചെയ്യാം, അതേപോലെ തന്നെ സത്യവിശ്വാസിയോടുമാകാം എന്നാണ് അതിൻ്റെ ആശയമെന്നുണ്ടെങ്കിൽ ഈ സൂറത്തുൽ മാഇദയിലെ ആയത്തിറങ്ങുന്നതുവരെ സ്വഹാബികൾ സത്യവിശ്വാസികൾ അല്ലാത്തവരോടും ഇസ്തിഗാസ ചെയ്യുന്നവരായിരുന്നു, അള്ളാഹുവും റസൂലും അല്ലാത്തവരോടും ഇസ്തിഗാസ ചെയ്യുന്ന ആളുകളായിരുന്നുവോ എന്നുള്ളതിന് മറുപടി പറയാൻ നമ്മുടെ സമസ്തക്കാർക്ക്, അഹ്സനിമാർക്ക് ബാധ്യതയുണ്ട്. നമ്മളത് പ്രതീക്ഷിക്കണം അവരെ മറുപടി.